ഇന്ന് മുതൽ നമ്മൾ ഒരു 2-3 ദിവസമെങ്കിലും 3-4 ദിവസമെങ്കിലും ദേവീ മാഹാത്മ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനുശേഷം നമ്മുടെ സമൂഹം, ഈ ഭാരതത്തിലെ സമൂഹം നേരിടുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. അതിനെക്കുറിച്ചും ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ദേവിയിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. വാക്കുകൊണ്ട്, ആ പേര് കൊണ്ട് നമുക്ക് ദേവീ മാഹാത്മ്യം എന്നുള്ളതിനെ നമുക്കറിയുന്നതാണ്. ഇതിൽ പലരും വായിച്ചിട്ടുണ്ടാകുമോ ദേവീ മാഹാത്മ്യം ഉൾക്കൊള്ളുന്ന ആ ഒരു സംസ്കൃത ഗ്രന്ഥം, ചെറിയ ഗ്രന്ഥമാണ്. ഭഗവത്ഗീത പോലെ തന്നെ 700 ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. ഭഗവത്ഗീത നമുക്കറിയാം മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ചില കാര്യങ്ങൾ പറയുന്നതും അർജുനൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതൊക്കെയാണ് ഭഗവത്ഗീത. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇന്ന് ഭാരതത്തിനെ ഒരു തരത്തിൽ എങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഈ 2 കാര്യങ്ങളിലൂടെ തമ്മിലടിപ്പിക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമാണ്. സ്വദേശത്ത് മാത്രമല്ല, വിദേശത്ത് മറ്റ് രാഷ്ട്രങ്ങളിലുള്ളവർ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. 143 കോടിയോളം ജനതയുണ്ട്. ആ ജനതയിൽ ഏതാണ്ട് 23-24% യുവത്വമാണ്, യുവാക്കളും യുവതികളും. ആ യുവാക്കളെയും യുവതികളെയും എങ്ങനെ തകർക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ മയക്കുമരുന്നും മദ്യവുമൊക്കെ നിർബാധം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതൊരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ജാതിപരമായിട്ടുള്ള പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഭാരതീയരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഭാരതത്തിൻ്റെ ജീവിത രീതികൾ, ജീവിത ദർശനം ഉൾക്കൊള്ളുന്ന, അത് ഭാരതത്തിൽ ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ ഒന്നുമല്ല, ഭാരതത്തിന് മാത്രവുമല്ല, ലോകത്ത് എമ്പാടുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല, ഇതിനെല്ലാം പഠിച്ച് തയ്യാറായിട്ടുള്ള മുനിവര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങളെ സമാഹരിച്ച് വേണ്ട രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അതിനെ ക്രോഡീകരിച്ച് പകുത്തു വെച്ചിട്ടുള്ള ആളാണ് വേദവ്യാസൻ എന്ന് പറയുന്നത്. ഇതുപോലെയൊരു തീരദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഒരമ്മ, അങ്ങനെയുള്ളൊരമ്മയുടെ മകനാണ്. ആ വേദവ്യാസനാണ് ചതുർവേദങ്ങളെ, 4 വേദങ്ങളെ 4ആയിട്ട് വളരെ അച്ചടക്കത്തോടു കൂടി ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുസ്വേദം എന്ന് പറഞ്ഞ 4ആയിട്ട് പകുത്തു വെച്ചത്. ആ വേദങ്ങളാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ജപിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് ഭാരതത്തിന് ജാതിയുള്ളത്? ആലോചിച്ച് നോക്കാം. ഇന്നത്തെ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ലാത്തൊരു സാധാരണ മനുഷ്യൻ, ഒരു തോണിക്കടത്തുകാരിയുടെ മകനാണ്, കാളി എന്നാണ് അമ്മയുടെ പേര്. പിന്നീട് നാട്ടുകാർ വിളിക്കാറുണ്ടായിരുന്നു, കാരണം തോണിയും കടലും പുഴയൊക്കെ ആയിട്ടാണ് ഇവർക്ക് ബന്ധം. മത്സ്യഗന്ധി എന്നാണ് വിളിക്കുക, മീനാണ് മണക്കുക. അല്ലേ? കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഇങ്ങനെ കാണുകയുണ്ടായി,
വളരെ പാവപ്പെട്ട തീരദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ കഷ്ടപ്പാടുകൾ പറയുകയാണ്. എന്നിട്ട് പറയാ, ഞങ്ങൾ ഓരോ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ, നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ടാകും പലരും, നിങ്ങൾ ആ മീൻ നാറുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ള എന്താണ്? ലോകത്തിലാദ്യമായിട്ട് അറിവിൻ്റെ വെളിച്ചം കൊടുത്തിട്ടുള്ളവൻ ഈ മത്സ്യഗന്ധിയുടെ മകനാണ്. അതറിയുമെന്ന് ചോദിക്കാൻ പറ്റണം നമ്മുടെ പുതിയ തലമുറ. ഇന്ന് വേദങ്ങളെയോ ഉപനിഷത്തുകളെയോ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല. ആ വേദവ്യാസനിൽ നിന്നാണ് ഞാൻ പറഞ്ഞ മഹാഭാരതം എന്ന് പറയുന്ന കൃതി ഉണ്ടായിട്ടുള്ളത്. ഇത് ആമുഖമായിട്ട് ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ദൈവമഹാത്മ്യത്തിലേക്ക് കടക്കുന്ന സമയം ആ ഒരു വേദത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, മഹാഭാരതത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, അവിടെ ഒരു മതത്തിനോ ജാതിക്കോ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള നിറത്തിനോ ജീവിത രീതികൾക്കോ ഒന്നും വ്യത്യാസമില്ല. ഇന്ന വസ്ത്രം ധരിക്കണമെന്നോ ഇന്ന ഭക്ഷണമേ കഴിക്കാവൂ എന്നോ ഭാരതം പറയുന്നേ ഇല്ല. ഒരിടത്തും അങ്ങനെ ഒരു ആചാരം. പക്ഷേ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രാണനെയും ഒക്കെ നന്നായി നിലനിർത്താൻ വേണ്ടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആചാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. അപ്പോഴാണ് അത് ശരിക്കും പഠിക്കുമ്പോഴാണ്, അതും വേദങ്ങളുടെ ഭാഗമാണ്. വേദം പഠിക്കുന്ന സമയത്ത് 6 തലങ്ങളിൽ പഠിക്കണം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് എന്ന് പറഞ്ഞിട്ട് 6 തലങ്ങൾ പഠിച്ചാലാണ് വേദങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ കൽപ്പം എന്ന് പറയുന്ന ഭാഗത്താണ്, കൽപ്പസൂത്രങ്ങളിലാണ്, അവിടുത്തെ ശ്ലോകങ്ങളിലാണ് 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വീട്ടിൽ നമ്മൾ എന്തൊക്കെ ആചരിക്കണം എന്നുള്ളത്, അതിന് ഗൃഹ്യസൂത്രം എന്നാണ് പറയുക. ഗൃഹാചാരങ്ങൾ, വീട് എങ്ങനെയായിരിക്കണം. അപ്പം തന്നെ അമ്മമാർ ചിലപ്പോൾ വൈകുന്നു, പ്രസാദത്തിനെ പറഞ്ഞു, അമ്മമാരല്ലേ സന്ധ്യയ്ക്കാകുമ്പോൾ അവർ വീടൊക്കെ വൃത്തിയാക്കി കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയാണ് വരിക. ഭാരതത്തിൻ്റെ രീതി അതാണ്. വീട്ടിൽ ചില ചിട്ടകളുണ്ട്. എന്നാലും നമ്മളൊരു പരിപാടി ആകുമ്പോൾ 7 മണിക്ക് വരണം എന്നൊരു നിർദ്ദേശം തരുന്നു എന്ന് മാത്രമല്ല, കാരണം നമ്മളെല്ലാവരും ഒത്തുകൂടേണ്ട, ഒരേ ചിന്തയോടുകൂടി ജീവിക്കേണ്ടുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിന്നാണ് ആ ഒരു സംസ്കാരം കിട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത്, ക്ഷേത്രങ്ങളിൽ. അപ്പം അങ്ങനെ വീട്ടിലെ ചെറിയ ചെറിയ ചിട്ടകൾ മുതൽ മരണാനന്തര കർമ്മം വരെ പറയുന്ന ഭാഗങ്ങളുണ്ട്. മരണാനന്തര കർമ്മങ്ങളും പുനർജന്മങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പറയുന്നത് പിതൃമേധാ സുകൃതങ്ങളാണ്. നമ്മുടെ പിതൃപിതാമഹന്മാർ, മാതൃമാതാമഹികളൊക്കെ മരണാനന്തരത്തിൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരും അവരുമൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം, അവരെ ആലോചിക്കേണ്ടതിനെ കുറിച്ച്. കാരണം അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഉള്ളത് കൊണ്ടാണ് സമൂഹം നിലനിൽക്കുന്നത്. ഈ സംസ്കാരം മുഴുവൻ പഠിപ്പിച്ച ആളാണ് വേദവ്യാസൻ. ആ മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗമാണ്, ഭീഷ്മപർവവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഞാൻ പറഞ്ഞ ഭഗവത്ഗീത. ഇന്ന് ലോകത്തിൽ ഭഗവത്ഗീത പോലെ ഇത്ര മഹത്തായ ഒരു കൃതിയില്ല. നമുക്ക് ഇപ്പോൾ ആര് തന്നെയായാലും ശരി, ഇങ്ങനെ പ്രസംഗിക്കുകയോ കഥ പറയുകയൊക്കെ ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നമുക്ക് നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. കളവ് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഏറ്റവും കൂടുതൽ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി ബൈബിളാണ്. പക്ഷേ ലോകത്തിൽ ഏറ്റവും അറിയപ്പെട്ടതും മഹാന്മാരെ സൃഷ്ടിച്ചതുമായിട്ടുള്ള കൃതി എന്ന് പറയുന്ന ഭഗവത്ഗീതയാണ്. ഗാന്ധിജി, വിനോബ ഭാവെ, ചിന്മയാനന്ദ ഗുരു, ചിന്മയാനന്ദജി, ആദി ശങ്കരാചാര്യർ, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദങ്ങളോ ഉപനിഷത്തുകളോ ഭഗവത്ഗീതയോ രാമായണമോ മഹാഭാരതമോ ഇല്ലെങ്കിൽ ഒരു കവി പോലും ഉണ്ടാവില്ല കേരളത്തിൽ. നമ്മളെ ആളുകളൊക്കെ വലിയ കഥ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അവരോട് പറയുക. ഞാൻ അടുത്ത ദിവസം കൃത്യമായിട്ട് പറയാം, സംശയമുള്ളവരോടൊക്കെ വരാനും പറയണം. മലയാളത്തിൽ വെറും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള
അറിയപ്പെടുന്ന എല്ലാ കൃതികളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമ്മളെ വ്യാസനില്ലെങ്കിൽ, വാൽമീകി ഇല്ലെങ്കിൽ ഒരെഴുത്തുകാരനും മലയാളത്തിൽ ഉണ്ടാവില്ല. സ്കൂളിൽ പോകാത്ത ആളായിരുന്നു എഴുത്തച്ഛനും വാൽമീകിയും വ്യാസനും ഒക്കെ. ഈ വാൽമീകിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള രാമായണം ബ്രഹ്മാവിൻ്റെ അടുത്താണ് ആദ്യം ഉണ്ടായെന്ന് പറയുന്നത്. 100 കോടി ഗ്രന്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ ചുരുക്കിയിട്ടാണ് ഭഗവാൻ പരമേശ്വരൻ, അതായത് ശിവൻ, പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് രാമായണം. അതാണ് എഴുത്തച്ഛൻ മലയാളികളോട് പറഞ്ഞ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ ഒരു സ്കൂളിലും പോയിട്ടില്ല. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഗവേഷണം നടത്തിയിട്ട് 10 100 അതിലധികമോ, എണ്ണിയാൽ ചിലപ്പോൾ തീർന്നോളണമെന്നില്ല, ഈ അടുത്ത കോഴിക്കോട് സർവകലാശാലയിലെ ആളുകൾ PhD എടുത്തിട്ടുണ്ട്, ഡോക്ടറേറ്റ്. സ്കൂളിൽ പോകാത്ത എഴുത്തച്ഛൻ്റെ പുസ്തകം പഠിച്ചിട്ടാണ് ഇവർ ഡോക്ടറേറ്റ് എടുക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഈ പുസ്തകവും വ്യാസൻ്റെ ഈ ഗ്രന്ഥങ്ങളും ഒന്നുമില്ലെങ്കിൽ പലർക്കും ഡോക്ടറേറ്റ് ഇല്ല കേരളത്തിലെ ആളുകൾക്ക്. അപ്പോൾ ആരാണ് കഴിവുള്ളവർ, അറിവുള്ളവർ, ബുദ്ധിയുള്ളവർ? ഇന്നത്തെ ഡോക്ടറേറ്റ് നേടിയവരാണോ ഈ പാവം പിടിച്ച എഴുത്തച്ഛനും ഈ വ്യാസരുമാണോ എന്നാലോചിച്ച് നോക്കുക. വലിയ ബുദ്ധിജീവികളുണ്ടാകും. ചിലപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് രാമായണം വായിച്ചിട്ട് എന്ത് കിട്ടാനാന്ന് ചോദിക്കും. അപ്പോൾ പറയാ, മക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം 100-ലധികം PhD ഗ്രന്ഥം ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ലെക്ചർമാർ, പ്രൊഫസർമാർ, ഡോക്ടർ എന്നൊക്കെ പേര് വെച്ചിട്ടുള്ള ആളുകൾ ഇത് പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുത്താണ്. എഴുത്തച്ഛന് സ്കൂളിൽ പോകുന്നൊന്നും വേണ്ട. രാമായണത്തിൻ്റെ മഹത്വം എന്താണെന്ന് അപ്പം മനസ്സിലാവും. ഈ രാമായണം വാൽമീകി മഹർഷിയാണ് പറഞ്ഞത്. വാൽമീകി മഹർഷി കാടനാണ്, കാട്ടിൽ ജീവിച്ച ആളാണ്. എന്ന് പറയുന്ന പാൻറ്റും സൂട്ടും കോട്ടും ഇട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് നമ്മൾ ബൈക്കിനൊക്കെ പോകുന്നതാണെന്നല്ലേ ഓരോ പിള്ളേരെ അങ്ങനെ അടിച്ചുപൊളി ജീവിതമൊന്നുമില്ല. ഒരു പാവം കാട്ടാളൻ. അയാളെ പോയിട്ട് സപ്തർഷികൾ 7 മുനിമാരാണ്. മാരീചൻ, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, ഇങ്ങനെ പറയുന്ന 7 സന്യാസിമാർ കാട്ടിലൂടെ ഇങ്ങനെ തീർത്ഥാടനത്തിന് പോവുകയാണ്. വെളുപ്പ് വഴിയിലൂടെയൊക്കെ. അന്നത്തെ കാലമല്ലേ, എത്രയോ യുഗങ്ങൾക്ക് മുൻപാണ്. അപ്പോഴാണ് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ പുലിയും പിന്നെ കരടിയൊക്കെ ചാടി വരുന്നില്ലേ. ഇവിടെ മാനന്തവാടിയിൽ കരടിയൊന്നും പറഞ്ഞില്ലേ. വീട്ടിൽ അടുക്കളേൻ്റെ വാതിൽ പൊളിച്ചിട്ട് പഞ്ചസാരയും തിന്നിട്ട് പോയി കളഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു. അപ്പോൾ ആരോ പറഞ്ഞു യാനയ്ക്കും കരടിക്കും ഒക്കെ പഞ്ചസാര അരിയൊക്കെ മതി. ഇവരെന്താ പണ്ട് റേഷൻ ഷാപ്പ് നടത്തിയ ആൾക്കാരാണ്. ഒരു റേഷൻ കട കുത്തിപ്പൊളിക്കുന്ന ഒരു ആനയുണ്ടല്ലോ അടുക്കാലത്ത്. 2 ആന ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഒരു പടയപ്പുണ്ട്. റേഷൻ ഷാപ്പ് ചവിട്ടി പൊളിക്കുക. ഇതെന്തും ഭക്ഷണം വേണ്ടേ? അതിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അല്ലാണ്ട് അത് റേഷൻ കട നടത്തിയ പരിചയം കൊണ്ടൊന്നുമില്ല. അതുപോലെ വേറൊരുത്തന്നെ അവനെ പിടിച്ചിട്ട് തമിഴ്നാട്ടിലെ കാട്ടിലേക്ക് കൊണ്ടുവിട്ടു അല്ലേ. അരിക്കൊമ്പൻ, അരിയായിരുന്നു മുഖ്യ ഭക്ഷണം. അരിക്കൊമ്പൻ മൂപ്പരെയും പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ എന്തായാലും അങ്ങനെ കാട്ടിൽ ജീവിച്ച ഒരു കാട് മൃഗത്തിനെ പോലെ ജീവിച്ച ഒരുത്തനായിരുന്നു രത്നാകരൻ. അവനാണ് ചാടി വന്ന് ഈ സന്യാസിമാരെയൊക്കെ പേടിപ്പിച്ച്. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് അവന് മനസ്സിലായത് എൻ്റെ ജീവിതം അത്ര ശരിയല്ല. ഇന്ന് പിടിച്ചു പറിക്കാനും മാല പൊട്ടിക്കാനും ഈ മയക്കുമരുന്ന് കച്ചവടം നടത്താനൊക്കെ നടക്കുന്ന ആളുകളില്ലേ, ഏതാണ്ട് അതേ സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരോട് എന്താണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവർക്ക് കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് MDMA-ൻ്റെയൊക്കെ ആളുകളായിട്ട് നടക്കുന്നത്. കരിയർമാരായിട്ട് അവർ വിൽപ്പനയ്ക്ക് നടക്കും. കാരണം പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഭാരതീയർ ഒരിക്കലും എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കി വരില്ല. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയ ആളുകളാണ് ഭാരതത്തിലുള്ള എല്ലാവരും. അത് ജാതി മതമൊന്നും ഇല്ല. അപ്പോൾ ഉദാഹരണത്തിൽ ഇന്നലെ നമ്മുടെ മാതൃഭൂമി ചാനലിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ആഴ്ചക്കൊക്കെ വരാറുണ്ട്. പ്രായപ്പെട്ട ആളുകളെ കുറിച്ച് ഇന്നലെ ഉണ്ടായിരുന്ന കോഴിക്കോട് വലിയങ്ങാടിയിലെ ഖാദിരി കോയനെ കുറിച്ചുണ്ടായിരുന്നു. 72 വയസ്സായ അയാൾ ഇപ്പോഴും ചെരുപ്പിടാതെ ഒരു ചാക്കരിയൊക്കെ, ഇപ്പോൾ 60 കിലോ ഒക്കെ ഉണ്ടാവുക, അതുപോലുള്ള ചാക്കരിയൊക്കെ സ്വന്തം എടുത്തുകൊണ്ട് ട്രോളിയിൽ കയറ്റിയിട്ട് ഉന്തിക്കൊണ്ട് പോകുന്നതൊക്കെ കാണിച്ചു. 82 വയസ്സുള്ള ഒരു കത്രീനാമയെ കുറിച്ച് കാണിച്ചു.
അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഭാരതത്തിൻ്റെ ശരിയായ മക്കൾ എന്ന് പറയുന്നത്. അതിൽ ജാതിയും മതവുമില്ല. അധ്വാനിക്കാതെ എളുപ്പ വഴിയിൽ കാശുണ്ടാക്കാന്ന് പറയുന്നത് പാശ്ചാത്യരുടെ സംസ്കാരമാണ്. മറ്റുള്ളവനെ ചൂഷണം ചെയ്തിട്ടും കട്ടിട്ടും കൊന്നിട്ടുമൊക്കെ ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് അത്തരം സംസ്കാരങ്ങൾ കയറി വരുന്നു. ഇത് കുറയണം. ഇന്ന് മദ്യപിച്ചിട്ട് മയക്കുമരുന്ന് കഴിച്ചിട്ട് അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, അല്ലേ, കാമുകനെ കൊല്ലുന്നു. എങ്ങനെയൊക്കെയാണ് കൊല്ലുന്നത് കാമുകനെ? ആദ്യം കൊക്കക്കോളയിൽ വിഷം കൊടുത്തപ്പം കാമുകൻ എന്തോ കഴിക്കുന്നു തോന്നി പറഞ്ഞു, എന്നാൽ ചേട്ടാ കുടിക്കേണ്ട കളയുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ഇവിടുന്ന് കഷായം സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്താണ് വിഷം കലക്കി കൊടുത്തത്. അപ്പോൾ കയ്പ്പ് മനസ്സിലാവുമല്ലോ. അടുക്കാലത്ത് അങ്ങനെയല്ലേ ഒരു കാമിനി കാമുകനെ കൊന്നു കളഞ്ഞത്? ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വേണ്ട പരസ്യം പത്രക്കാരും ചാനലുകാരും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെ മനോഹരമായിട്ട് കൊല്ലാം, അതാണിപ്പോൾ ഗവേഷണം നടക്കുന്നത്. മറ്റുള്ളവനെ എങ്ങനെ മനോഹരമായിട്ട് ചൂഷണം ചെയ്യാം, അല്ലേ? നമ്മളെ കാശൊക്കെ അടിച്ചു മാറ്റാൻ എങ്ങനെയുണ്ട് വഴി നോക്കുകയാണ്. ഇത് ഭാരതീയരുടെ ജീവിതമല്ല. ഭാരതീയർ മരണം വരെ അധ്വാനിക്കുന്ന ആളുകളാണ്. നമ്മുടെ കാരണവന്മാരുടെ ഒക്കെ ജീവിതം പഠിച്ചാൽ, നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ കാലം കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ ജീവിതം നോക്കിയാൽ അറിയാം കാടിനുള്ളിൽ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്. ഈ സത്യം സന്യാസിമാരാണ് വന്നിട്ട് ഈ കാട്ടാളനോട് പറയുന്നത്. അവിടെയാണ് കാട്ടാളനിൽ മാറ്റം ഉണ്ടാവുന്നത്. ആ മാറിയ കാട്ടാളനാണ് രാമൻ്റെ കഥ നമ്മളോട് പറയുന്നത്. അങ്ങനെ മനസ്സ് മാറിയ ഒരു കാട്ടാളൻ സന്യാസി വര്യനായി മാറി ആദികവി എന്നറിയപ്പെട്ടു. ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണം നമുക്ക് തന്നെങ്കിൽ ആ രാമായണത്തിലുള്ള രാമൻ നല്ലവനാവണ്ടേ? ആലോചിച്ച് നോക്കണം. കാട്ടാളന് പോലും മാറാനുള്ള, ആ കാട്ടാളത്വത്തിൽ നിന്ന് മാറാനുള്ള കഴിവ് കിട്ടിയത് ഈ രാമൻ്റെ കഥ കേട്ടപ്പോഴാണ്. രാമനാമം ജപിക്കാൻ പറഞ്ഞപ്പോഴാണ്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പം അല്ലേ രാമനാമ ജപം കേട്ടില്ല ഇവിടെ നിന്ന്. ആ രാമനാമ ജപം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, ഈ രാമനാമമാണ് കാട്ടാളനെ മഹാകവിയാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ഞങ്ങളിത് കേൾക്കുന്നത്. ഞങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലും വീട്ടിലൊക്കെ രാമ 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 എന്ന് ജപിക്കുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടിക്കോ, കാട്ടാളത്തം ഉണ്ടെങ്കിൽ അതൊക്കെ കുറേ കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ ഓരോ ഗ്രന്ഥങ്ങൾ വന്നു. ധാരാളം മഹാന്മാർ എഴുതാൻ തുടങ്ങി. എഴുത്തച്ഛൻ തന്നെ 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ഉണ്ടായത്. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂര്, തൃക്കണ്ടിയൂര്. 5-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു കൃതിയാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. 700 ശ്ലോകങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 700 ശ്ലോകങ്ങളിലൂടെ ഇന്നിപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്. അപ്പം എത്ര കാലങ്ങൾക്ക് മുൻപാണ്? 5-ാം നൂറ്റാണ്ട് അല്ലേ? 16 അല്ലേ? 1600 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 100 അങ്ങനെ 16 പ്രാവശ്യം നമ്മൾ എണ്ണിയാൽ എത്ര കിട്ടും? അതാണ്. അത്രയും വർഷങ്ങൾക്ക് മുൻപൊരു സംസ്കൃതത്തിൽ 700 ശ്ലോകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണ്? ദേവിയെക്കുറിച്ച്. ആരാണ് ദേവി? ദേവിയിൽ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അതല്ലേ ഉണ്ടോ? പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞു. അത് ഒറിജിനൽ ദേവി വന്നിട്ട് കണ്ടിട്ട് ഇത് എൻ്റെ കഥയല്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം സീരിയലിൽ വരുന്നത് മാത്രം കണ്ടിരിക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ സീരിയലിൻ്റെ അകത്തും അല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ല, പേരൊന്നും പറയില്ല. ഇടയ്ക്കാരോ പറഞ്ഞു സന്ധിക്ക് അതൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ വല്യമ്മണ്ട് ഇങ്ങനെ ദുഃഖിച്ച് കൂട്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, നമ്മളെ എന്തോ ഒരു സീരിയലിൻ്റെ ഒരു സംവിധായകൻ മരിച്ചുപോയി എടുത്ത സാന്ത്വനത്തിൽ. അതാണ് നമുക്ക് വിഷമം അല്ലേ? കാണേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഭാരതീയർ ഒരു സംഗതിയും കാണണ്ടെന്ന് പറയുന്നില്ല, വായിക്കണ്ടെന്ന് പറയുന്നില്ല, അറിയണ്ടെന്ന് പറയുന്നില്ല. ഞാനൊക്കെ വീട്ടിൽ എൻ്റെ മക്കളും ബൈബിള് പഠിക്കാറുണ്ട്, ഖുർആൻ്റെ മൊഴിമുത്തുകൾ വായിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ ജീവിത ദർശനത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ടൊരു 16 നൂറ്റാണ്ടായിട്ടില്ലേ, 1600 വർഷം എന്നാ പറയുക, 16 നൂറ്റാണ്ടെന്നല്ലേ.
1600 വർഷമേ ആയിട്ടുള്ളൂ ഇസ്ലാം എന്ന് പറയുന്നൊരു മതം ഉണ്ടായിട്ട്. അതിനു മുമ്പ് ആരാ ഉള്ളത് ലോകത്തിൽ? സാധാരണ മനുഷ്യർ. ഭാരതീയർക്ക് മതമില്ല, ജാതിയുമില്ല. 2000 കൊല്ലമേ ആയിട്ടുള്ളൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നൊരു മതം ഉണ്ടായിട്ട്. അതിനു മുമ്പ് മനുഷ്യരില്ല ഇവിടെ? ഉണ്ടല്ലോ. എനിക്ക് യേശുദേവനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ യേശുദേവൻ്റെ പേരിലായാലും ഭഗവാൻ കൃഷ്ണൻ്റെ പേരിലായാലും മുഹമ്മദ് നബിയുടെ പേരിലായാലും ആ പേര് പറഞ്ഞുകൊണ്ട് കള്ളക്കച്ചവടം നടത്തരുതെന്ന് അല്ലേ? ക്ഷേത്രങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഗുരുവായൂരിലും കാടാമ്പുഴയിലും അതുപോലെ ഇനി ശബരിമലയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയൊക്കെ പേര്, കടകളുടെയൊക്കെ പേരെന്തായിരിക്കും അറിയാം? കൃഷ്ണ സ്റ്റോഴ്സ് എന്നൊക്കെ കാണും. അത് നടത്തുന്ന കൃഷ്ണനും ഗോപാലനും കോയിന്നൊന്നുമല്ല, തട്ടിപ്പ് എഴുതി വെച്ചിരിക്കുക പേര്. വേറെ ആളുകളത് നടത്തുന്നത്. ഈ ക്ഷേത്രത്തിനോടും താല്പര്യം ഉണ്ടാവില്ല, കൃഷ്ണനോടും താല്പര്യം ഉണ്ടാവില്ല. സ്വകാര്യം അവർ പറയുന്നത് കൃഷ്ണൻ കള്ളനാന്ന് പറയും. എന്നിട്ട് അതിൻ്റെ പീടിയൻ്റെ പേര് കൃഷ്ണ സ്റ്റോഴ്സ്. അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന ആനയ്ക്കൊക്കെ ഏതാ പേരുള്ളത്? എന്ത് പേരുള്ളത്? ഇല്ലേ? ശ്രീദേവി, ഗോപാലകൃഷ്ണൻ, ഇതൊക്കെയല്ലേ? വേറെ ഏതെങ്കിലും മതങ്ങളുടെ പേര് ആനയ്ക്കിട്ട് കേട്ടിട്ടുണ്ടോ? ബിസിനസ്സാണ്. പടക്കവും കരിമരുന്നും ഒക്കെ നടത്തുന്നതൊക്കെ വേറെ ആളുകളാണ്. ക്ഷേത്രത്തിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ സംസ്കാരം, ഈ ഭാരതത്തിൽ, ഈ മണ്ണിൽ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ മരിക്കുന്ന, ഈ മണ്ണിനോട് കൂറുള്ള ബഹുമാനമുള്ള, ഇവിടെയുള്ള എല്ലാവരോടും ബഹുമാനമുള്ള ആളുകളെയാണ് ഭാരതീയരെന്ന് വിളിക്കുന്നത്. അല്ലാത്തവനാണ് വിദേശ മതം. അതുകൊണ്ട് ഇന്ന പേരിൽ അറിയപ്പെടുന്നവനൊന്നുമില്ല. ഇപ്പം ഞാൻ പറയാം, പേരുകൊണ്ട് ഇസ്ലാമാണ്. നല്ലൊരു എഴുത്തുകാരനും കവിയും ഗാനരചയിതാവും ഒക്കെ ആയിരുന്ന യൂസഫ് അലി കേച്ചേരി, അദ്ദേഹം ധാരാളം കൃഷ്ണ കവിതകൾ എഴുതിയിട്ടുണ്ട്, കൃഷ്ണ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, രാമൻ്റെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അറിയോ? കേട്ടിട്ടുണ്ടോ? യൂസഫ് അലി കേച്ചേരി എന്ന് കേട്ടിട്ടില്ലേ? ജാനകി ജാനെ കഥനനിദാനം നാഹം ജാനെ മോക്ഷകവാടം നാഹം ജാനെ എന്ന് പറയുന്ന സംസ്കൃത ഗാനം യൂസഫ് അലി കേച്ചേരിൻ്റെതാണ്. അയാൾ ഭാരതീയനാണ്, മതം കൊണ്ട് ഇസ്ലാമാണെന്നേ ഉള്ളൂ. യേശുദാസ് ഏതെല്ലാം ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. കൊല്ലത്തിൽ എത്ര പ്രാവശ്യം പറ്റുമെങ്കിൽ അത്രയും ശബരിമലയിൽ പോവും. ഇപ്പോൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, ഭാരതത്തിലില്ലാന്ന് തോന്നുന്നു. ഒരു ശിഷ്യനടക്കി പറഞ്ഞു, ഭാരതത്തിലല്ല ഇപ്പോൾ ഉള്ളത്, അമേരിക്കയിലാണ് ഉണ്ടാവും. അതുപോലെ മൂകാംബിക ദേവീനെയാണല്ലോ നമ്മൾ പറയുന്നത്. മൂകാംബികയുടെ അടുത്ത് പോകും, കൊല്ലൂര് എത്ര പ്രാവശ്യം പോകും. അപ്പം നല്ല നല്ല കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. അതിന് മതവും ജാതിയും ഒന്നും കലരരുത്. അത് കലർത്തുന്നവർ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ദേവീ മഹാത്മ്യം പഠിച്ചാൽ അറിയാം. അതിനാണ് ആ വിഷയം നമ്മൾ ചിന്തിച്ചത്. എന്താണ് ദേവി? അതാണ് ചോദിച്ചത്. എല്ലാവർക്കും ദേവി വിശ്വാസം ഉണ്ടോയെന്ന് ഉണ്ട് അല്ലേ? ദേവീനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്താ ദേവി എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു സ്ത്രൈണഭാവവും ഒരു പൗരുഷഭാവവും എല്ലായിടത്തും ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് ശാസ്ത്രം അതിനെ കാണുക. നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് 2 തലങ്ങളെ പറയും സയൻസ്. ഉദാഹരണത്തിന് ഒരു മാഗ്നറ്റ് എടുത്താൽ, ഒരു കാന്തത്തിൻ്റെ കഷ്ണം എടുത്താൽ അതിനൊരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഇപ്പോൾ 2 കാന്തത്തിൻ്റെ കഷ്ണം എടുത്ത് നോർത്ത് പോളും കൂടെ ഇങ്ങനെ ചേർത്താൽ ചേരില്ല. അത് ഇങ്ങനെ വിഘടിച്ച് കഴിയും. വിപരീത തലങ്ങളാണെങ്കിൽ പറ്റിപ്പിടിക്കും, നോർത്തും സൗത്തും ആണെങ്കിൽ. ഇതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവിക്കും ചില പരിമിതികളുണ്ട്. നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് മനുഷ്യർ പറയും, ഞാനാണ് ഭയങ്കരൻ, എന്നെയൊന്നും ചെയ്യാൻ പറ്റൂല, അപ്പടിയാണ് പറഞ്ഞു തീരുന്നതിൻ്റെ മുന്നേ ചിലപ്പം ശ്വാസം പോകും, തീർന്നു അല്ലേ? ഒരു ശ്വാസം പോകുന്നതോടുകൂടി തീരാവുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷെ മറ്റൊരു ജീവിക്കും ഇത്രയും അഹങ്കാരമില്ല.
ആ മനുഷ്യൻ്റെ അഹങ്കാരം കുറയാനും ഈ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും നമ്മളൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കാനുമാണ് ദേവി മഹാത്മ്യം. നമ്മളിലെല്ലാം ദേവിയുണ്ട്, ആ പോസിറ്റീവ് എനർജി. നമ്മളിലെല്ലാം പരമേശ്വരൻ്റെ, ശിവൻ്റെ ചൈതന്യമുണ്ട്. നമ്മൾ ചിത്രം കണ്ടിട്ടുണ്ടാവും, അർദ്ധനാരീശ്വര ചിത്രം അല്ലേ? ഇടത് ഭാഗം പാർവതിയും വലത് ഭാഗം ശിവനുമായി. അത് നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ സ്ത്രൈണതയും പൗരുഷവുമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും എല്ലാ സാധനത്തിലും ഒരു സ്ത്രൈണഭാവമുണ്ട്. അതാണ് ദേവി. അതിനെ നമുക്ക് ഉപാസിക്കാൻ പറ്റും. ഈ ദേവി മഹാത്മ്യത്തിൽ 13 അധ്യായങ്ങളായിട്ടാണുള്ളത്, 700 ശ്ലോകങ്ങൾ. ആ 13 അധ്യായങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ചില ഭാഗങ്ങളുണ്ട്. നമുക്ക് ചില പുതിയ തലമുറയ്ക്ക്, മുതിർന്നവരൊക്കെ അറിയണ്ടാവുള്ളൂ, ചില പുതിയ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും. യാ ദേവി സർവഭൂതേഷു എന്ന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. ഇതാ 11-ാം അധ്യായത്തിലാണ്. പിന്നെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന, നമ്മളൊക്കെ നാമത്തിൻ്റെ കൂടെ ചൊല്ലുന്ന സർവമംഗളമംഗല്യേ ശിവേ എന്ന് തുടങ്ങുന്ന ഭാഗം ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലുള്ള സംഗതിയാണ്. ഈ 11-ാം അധ്യായം വായിക്കാൻ പറയുക വെള്ളിയാഴ്ചകളിൽ വായിക്കുന്നതാണ് നല്ലതെന്നാണ്. അപ്പം അതിന് മുമ്പേ തുടങ്ങണം ആദ്യത്തെ നദർമ്മയും അത് കൈടഭഗ്നി മഹിഷ പ്രാണാപഹാരുദ്യമേ അല്ലേ എന്നൊക്കെ ഭാഗമൊക്കെ കേട്ടില്ലേ നമ്മളില്ലേ? ഹലാനിർമ്മിത തുമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർജിനി. ധാരാളം പേരുകളുണ്ട് ദേവിക്ക്. അതിനെ പ്രധാനമായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ചിലർ ചോദിക്കും ഇത് അന്ധവിശ്വാസമല്ലേ? ഈ അടുത്ത കാലത്ത് ആരോ ചോദിച്ചു, ആള് പാവമാണ്. എന്താ ചോദിച്ചത്? ഗണപതി മിത്തല്ലേ എന്ന് ചോദിച്ചു. ഗണപതി മിത്തല്ല, ഗണപതി വിത്താണ്, സ്വത്താണ്. ഗണപതി എന്ന് പറയുന്ന ഒരു ചൈതന്യം ഈ ചോദിച്ച ആളുകളോട് ചോദിക്കും, ഗണപതി ആരുടെ മകനാണ്? ആരാന്ന് കേട്ട നമ്മൾ? ശിവപാർവതിയുടെ മകനാണ് ഗണപതി ഇല്ലേ? ശിവന്റെയും പാർവതിയുടെയും കല്യാണത്തിന് ഗണപതി ഹോമം കഴിച്ചിട്ടുണ്ട്. അതേത് ഗണപതിൻ്റെതാണ്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ കാഴ്ചപ്പാടുകൾ, ഇത്തരം കൺസെപ്റ്റുകൾ പ്രപഞ്ചത്തിൻ്റെ ആദി ചൈതന്യങ്ങളെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ്. അതിൻ്റെ ശക്തി ഉൾക്കൊള്ളുന്ന ചില അവതാരങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ അവതാരങ്ങളാണ്. ലോകത്തിലുള്ള സകല ജീവികളും അവതാരങ്ങളാണ്. വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് തന്നെ നമ്മൾ ദശാവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാ തുടങ്ങുക അല്ലേ? മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറഞ്ഞിട്ട്. മത്സ്യം മീനാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്ന്. ആമ, ഹിന്ദുക്കളുടെ ഒരു ദൈവം. വരാഹം പന്നി, നിങ്ങളെ പറച്ചവന. അങ്ങനെ നരസിംഹം, വാമനൻ അല്ലേ? പിന്നെ പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. ഏറ്റവും പൂർണ്ണാവതാരമായിട്ട് നമ്മൾ പറയുന്ന ഭഗവാൻ കൃഷ്ണനെയാണ്. അതിൻ്റെ താഴേക്കാണ് മറ്റോരോന്നും. അപ്പം മത്സ്യം എന്ന് പറയുന്ന ജീവഗണത്തിൽ പെടുന്ന ജീവികൾക്ക്, ജലത്തിലുള്ള ജീവികൾക്ക് ഈ പ്രപഞ്ചത്തിലെ കുറഞ്ഞ പോസിറ്റീവ് എനർജിയുടെ അംശമേ ഉള്ളൂ. പക്ഷെ അതും ഈ പ്രപഞ്ചത്തിലെ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ പന്നിയും ഇവിടുത്തെ ആമയും ഒക്കെ നമ്മുടെ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ജീവജാലങ്ങളും. ഈ ജീവജാലങ്ങളിലെ പോസിറ്റീവ് എനർജിയുടെ ഇടതുഭാഗം, ഇപ്പോൾ സയൻസ് പറയും, ശാസ്ത്രം പറയും, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ബ്രെയിൻ, അതിന് 3 തലങ്ങളായിട്ട് നമ്മൾ തന്നെ ചെറിയ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗങ്ങൾ, കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ തന്നെ. അതിൽ പ്രവർത്തിക്കുന്ന 2-3 ഭാഗങ്ങളുണ്ട്.
ഇടത് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഭാവനകളെ ഉണർത്തുന്നത്, കലാകാരന്മാരെ ഉണ്ടാക്കുന്നത്, സാഹിത്യകാരന്മാരെ ഉണ്ടാക്കുന്നത്, ചിന്തകന്മാരെ ഉണ്ടാക്കുന്നത്. വലത് ഭാഗം പ്രവർത്തിക്കുമ്പോൾ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഒന്നും അല്ല വരിക, വേറെ തരത്തിലുള്ള ആളുകൾ. ഇപ്പം അത് പഠിച്ച് ശാസ്ത്രം പറയുന്നത് 9 തരത്തിലുള്ള ബുദ്ധി നമുക്കുണ്ട് എന്നാണ്. മനുഷ്യന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്, ബഹുമുഖ ബുദ്ധി. അധ്യാപകരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് അധ്യാപകരോ അധ്യാപികമാരോ ഉണ്ടെങ്കിൽ അറിയാം. എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. 9 തരം ബുദ്ധി ഒരു മനുഷ്യനുണ്ട്. അതിൽ 5 ബുദ്ധി ഏറ്റവും നന്നായിട്ട് നമുക്കൊക്കെ ഉണ്ട്. 5 എന്തായാലും ഉണ്ടാവും. ഉദാഹരണത്തിന് ഗണിതപര ബുദ്ധി, നല്ലോണം മാത്സ് പഠിക്കും ചില കുട്ടികൾ. പക്ഷെ അവർക്ക് ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ള ഭാഷാപര ബുദ്ധി കുറവായിരിക്കും, ലിംഗ്വിസ്റ്റിക്സ് ഇൻ്റലിജൻസ് കുറവായിരിക്കും. അവർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസാണ്. അവർ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഇംഗ്ലീഷും മലയാളവും ഒന്നും നന്നായി സംസാരിക്കില്ല. പക്ഷേ അവനോട് കണക്ക് ചോദിച്ചാൽ ഭയങ്കര. ചില ആളുകൾ സയൻറ്റിഫിക് ഇൻ്റലിജൻ്റ് ആണ്, ശാസ്ത്രപര ബുദ്ധി. അവനെപ്പോഴും ഇങ്ങനെ ആ ബൾബ് എന്താ മിന്നുന്നത്, അതെന്താ കെടുന്നത്, അതുപോലെ ഉണ്ടാക്കിയാലോ. ചെറിയ കുട്ടികൾ ചിന്തിക്കുകയാണ്, എന്നാൽ വേറൊരു തരത്തിൽ ഉണ്ടാക്കിയാലോ. ഇന്നലത്തെ മാതൃഭൂമി പത്രം വായിച്ചു നോക്കിയാൽ, വായിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചില സ്ഥലത്ത് വായിച്ചു എന്ന് വെച്ചാൽ അങ്ങക്ക് വൈപ്പർ വായിക്കാലല്ലേ പണി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കൊടുത്തിരിക്കുക. ആരും വായിക്കലില്ലേ നോക്ക്, പ്രത്യേകിച്ച് മാഷുമാർ തീരെ പേപ്പർ വായിക്കാത്ത ആൾക്കാരാണ്. കുട്ടികൾ ഇന്നും വായിക്കും. ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ലാസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുകയാണ്, നമ്മുടെ ബ്രെയിനിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ അല്ലേ, നമ്മളൊക്കെ പാട്ടിന് വേണ്ടിയിട്ടൊരു ചിപ്പ് നമ്മളെ മൊബൈലിൽ ഇടുന്നില്ലേ, അതുപോലെ വളരെ ചെറിയ ചിപ്പുകൾ അത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാം. ഇന്നലത്തെ മാതൃഭൂമി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരാൾ പറയാണ്, സ്കൂൾ പഠിക്കുന്ന ഒരാൾ പറയാണ്, കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടി വരില്ല, മൊബൈലും വേണ്ടി വരില്ല. മക്കൾ അച്ഛനെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചാൽ മതി, അച്ഛാ എന്ന് വിളിച്ചാൽ ദുബായിലുള്ള അച്ഛൻ എന്താ മോനെ. കാരണം ഈ ചിപ്പ് കണ്ടുപിടിച്ചത് നമ്മളല്ലേ, അപ്പം ആ കഴിവ് നമ്മുടെ ഉള്ളിലില്ലേ. ഈ മൊബൈലിന് പല കഴിവുമുണ്ട്. ആ കഴിവ് ആര് കൊടുത്തത് അങ്ങോട്ട് മൊബൈലിന്? അത് സ്വന്തം ഉണ്ടാക്കിയതാണ്, നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ആ ബോഡിക്ക്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിലേക്ക് നമ്മളാണ് സോഫ്റ്റ്വെയർ ഇൻപുട്ട് ചെയ്യുന്നത്. അതാണ് പല ഡിവൈസുകളായിട്ട് പിന്നെ ഔട്ട്പുട്ടായിട്ട് വേറെ വരുന്നത്. ഇതുപോലെയുള്ള കേബിളിനുള്ളിലൂടെ, എൻ്റെ ശബ്ദത ഈ കേബിളിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് ബോക്സിലെത്തുന്നത്. അത് കൊള്ളാമല്ലോ അല്ലേ, അത്ഭുതമല്ലേ, നമ്മളല്ലേ ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഇത് ഞാൻ പറയുന്ന കാര്യം ഒരു 10, 50, 100 വർഷം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും കോഡ് ചെയ്താൽ തിരിച്ചെടുക്കാൻ പറ്റും. പണ്ട് ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യങ്ങൾ അയാൾ ഇന്ന സ്ഥലത്തിരുന്നു പറഞ്ഞിരുന്നു എന്ന്. കള്ളത്തരം പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ചു കാലം കഴിഞ്ഞാൽ ചുമരുമ്പിലും അട്ടത്തും ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറ്റിക്കിടക്കുന്നുണ്ടാവും. ഒരു സംശയമില്ല, നമ്മൾ കണ്ടെത്തും. ശാസ്ത്രം ഇങ്ങനെ ശാസ്ത്രപര ബുദ്ധിയുണ്ട് മനുഷ്യന്. APJ അബ്ദുൽ കലാമൊക്കെ അത്തരത്തിലാണ്. ഇങ്ങനെ ഭാവന എങ്ങനെ പറന്നു പോകാം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അയാളുടെ അച്ഛനമ്മമാരോടും അല്ലേ, പത്രം വിറ്റ് നടന്നൊരു പാവം മനുഷ്യനായിരുന്നില്ലേ കടപ്പുറത്തൂടെ രാമേശ്വരത്ത്. അയാളെ അധ്യാപകരോടൊക്കെ ചോദിച്ചു, ഈ പക്ഷികളൊക്കെ പറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒന്ന് ആകാശത്തിൽ ഇങ്ങനെ, അങ്ങനെയാണ് അയാൾ ആകാശത്തിനെ കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മിസൈലുകൾ ഉണ്ടാക്കിയിട്ട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെ ഇരുന്നിട്ട് അതുപോലെ ചില പരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ അടിച്ചു ഓടിക്കുക. എന്തൊരു പരീക്ഷണം എന്നെ ശരിയാക്കി തരാം, ഞാൻ ചെയ്യരുത്. കാരണം അവന് ശാസ്ത്രപര ബുദ്ധിയാണുള്ളത്. മോഹൻലാലിൻ്റെ പട്ടിക എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മോഹൻലാൽ ശാസ്ത്രപര ബുദ്ധി, അവൻ ബെല്ലടിക്കാനുള്ള സാധനമൊക്കെ കണ്ടുപിടിച്ചു. അവൻ്റെ അച്ഛൻ ശാസ്ത്രപര ബുദ്ധിയില്ല, അച്ഛൻ ഗണിതപര ബുദ്ധിയാണ്.
അച്ഛൻ പറയും ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ്. എന്നിട്ട് ഇവനെ അടിച്ചു ഓടിച്ച് ഇവൻ്റെ സാധനം എല്ലാം കൂടി വിളിച്ച് കണ്ടത്തിലെറിഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഒരോട്ടക്കാലാണ് കൊണ്ട് കയറി കൊടുത്ത് അവൻ വാങ്ങിയിട്ടൊന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കീശയിലിട്ട് നാട് വിട്ടു അല്ലേ. അവനെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൻ ശാസ്ത്രജ്ഞനാവുമായിരുന്നു. അപ്പോൾ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും തെറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. യേശുദാസിനോട് വന്നിട്ട് ഇവിടെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. തമാശയ്ക്ക് ഞാൻ പറയുന്നത്, ഞാൻ യേശുദാസിനെ വെല്ലുവിളിക്കും, എന്നെപ്പോലെ പാടാൻ പറ്റുമോ എന്ന്. എന്നിട്ട് ഒരാൾ പറഞ്ഞു അത് നടക്കൂല മാഷെ, നിങ്ങൾ പാടുന്ന മാതിരി നിങ്ങൾ മാത്രമേ പാടൂ, മൂപ്പര് പാടുന്ന മാതിരി നിങ്ങൾക്കും പാടാനാവില്ല, നിങ്ങൾ പാടുന്ന മാതിരി മൂപ്പർക്കും പാടാനാവും. നമുക്ക് നമ്മുടെ കഴിവാണ് ഉണ്ടാവുക. യേശുദാസിൻ്റെ കഴിവ്. PT ഉഷയുടെ കൂടെ യേശുദാസ് ഓടാൻ പോയാലോ ആര് ജയിക്കും? യേശുദാസിനോട് മത്സരിക്കാൻ പാട്ട് പാടാൻ PT ഉഷ പോയാലോ ആര് ജയിക്കും? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണുള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായ ബുദ്ധിയെ പ്രപഞ്ചത്തിൽ നിറയെ കാണാം. അതിൽ അറിവിൻ്റെ തലം മാത്രമുള്ള ഒരു തനിമയെ ഭാരതീയർ പറഞ്ഞത് സരസ്വതി എന്നാണ്. സംഭവം മനസ്സിലായില്ലേ? സരസ്വതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിൻ്റെ മനസ്സിലുമുണ്ട്, നിൻ്റെ ബ്രെയിനിലുമുണ്ട്, എൻ്റെ ബ്രെയിനിലുമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള അറിവിൻ്റെ ഒരു ചൈതന്യമുണ്ട്. അതിനെയാണ് നമ്മൾ സരസ്വതി എന്ന് പറയുന്നത്. സരസ്വതിയെ ഉപാസിക്കൂ, നല്ല ഓർമ്മശക്തി ഉണ്ടാവും. ഇവിടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോഴോ പുറത്തിങ്ങനെ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളൊരു 2-3 മാസം സരസ്വതീനെ ദേവീനെ ജപിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ഓർമ്മശക്തിയിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ കുട്ടികളിങ്ങനെ പറയല്ലോ, മറന്നു വന്നെന്ന് അറിയില്ല, പഠിച്ചാൽ എല്ലാം മറന്നു പോയില്ലേ. വെറും രാമനാമ രാമ 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 ചൊല്ലിയിട്ടാണ് കാട്ടാളൻ ആദി കവിയായത്. ആ ആദി കവിയുടെ ആ കാട്ടാളനിൽ നിന്ന് കിട്ടിയിട്ടുള്ള കരുത്തുകൊണ്ട് രാമായണം ഉണ്ടായി. ആ രാമായണം കേരളത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടായി. സ്കൂളിൽ പോകാത്ത ഞാൻ പറഞ്ഞ എഴുത്തച്ഛൻ നമുക്ക് തന്നത് രാമായണം. ഇന്ന് രാമായണം മര്യാദയ്ക്ക് വായിക്കാൻ നിങ്ങൾ വെല്ലുവിളിക്കൂ. സുന്ദരകാന്ഡം തെറ്റാതെ വായിക്കാൻ PhD മലയാളത്തിൽ PhD എടുത്തവന് പോലും പറ്റൂല. എന്താ കാര്യം? രാമനാമം ജപിക്കാനിട്ടാ. രാമനാമം നന്നായിട്ട് ജപിച്ച് രാമായണം ശരിക്ക് വായിച്ച് പഠിച്ചവന് ഏത് കവിതയും അനായാസം ചൊല്ലാൻ പറ്റും. ചില മലയാളത്തിൻ്റെ ടീച്ചർമാർ മാഷുമാരൊക്കെ കവിത ചൊല്ലി കേട്ടിട്ട് കുട്ടികൾ കരഞ്ഞു പോയിട്ടുണ്ട്. അതെന്നറിയോ? കവിത ഇങ്ങനെയും ചൊല്ലാമില്ലേ, എന്തൊരു കഷ്ടമാണ്. നല്ല നല്ല കവിതകൾ. ഒരിക്കലും ഒരു കുട്ടി എന്നോട് വന്നിട്ട് ചോദിച്ചാൽ, ഡിഗ്രി പഠിക്കുന്നൊരു കുട്ടി, അല്ല നിങ്ങൾക്ക് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു ഏതാ മോളെ? രാത്രികൾ പകലുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ, നിന്നിൽ പിറക്കുന്നു നിമിഷാന്ധകാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ പിറക്കുന്നു സർവം. എന്നൊരു പറയാം. ഇത് ഞങ്ങളെ ടീച്ചർ ചൊല്ലുന്ന കേട്ടിട്ട് ഞങ്ങൾ കരഞ്ഞുപോയി. അത്രയ്ക്കും മോശമായിട്ട് പാടാൻ പറ്റും. ഈ കവികളുടെയും തത്വചിന്തകന്മാരുടെയും കഴിവിനെയാണ് നമ്മൾ സരസ്വതം എന്ന് പറയുന്നത്. സരസ്വതിയുടെ അനുഗ്രഹം. നല്ല അധ്യാപകന് സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. വഴിയിൽ വെച്ച് നിന്നു വണ്ടി, പെട്രോൾ തീർന്നു, ഓർമ്മ വരില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ വേദിയിൽ നിന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നൊരു ആൾക്കാർ വിളിച്ചേറും, ശരിയല്ല നിർത്തിക്കാള്. അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1900, ശരിയല്ല മോനെ നിർത്തിക്കാള്. സരസ്വതി, ദുർഗ ദേവിയുടെ രൂപങ്ങളാണ്. ദുർഗ ആരാണ്? തകർക്കേണ്ടതിനെ തകർക്കുക, തകരേണ്ടത് തകരണ്ടേ. ഈ ലോകത്തില് ഏറ്റവും ശക്തമായിട്ട് 3 ചൈതന്യം പൗരുഷ രൂപത്തിലുണ്ടെന്നാണ് നമ്മുടെ വേദോപനിഷത്തുകൾ പറയുന്നത്. അതിലൊന്ന് ബ്രഹ്മാവ്,
വിഷ്ണു, മഹേശ്വരൻ, ത്രിമൂർത്തികൾ എന്നാണ് അതിന് പറയുക, അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. എന്താ ത്രിമൂർത്തികൾ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ക്രിയേറ്റീവ് എനർജി, എന്തൊന്ന് പൊട്ടിമുളയ്ക്കണമോ, എന്തൊന്നുണ്ടാവണമോ, എന്തൊന്ന് പുതുതായിട്ട് വരണമോ അതിന് പ്രകൃതിയുടെ ഒരു കരുത്ത് വേണം. വെള്ളം വേണം, വായു വേണം, വളം വേണം. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോഴേ ഒരു നെന്മണി മുളയ്ക്കുള്ളൂ. ആ എനർജിയെയാണ്, ആ ക്രിയേറ്റീവ് എനർജിയെയാണ്, ആ ക്രിയാത്മക ശക്തിയെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു ശക്തി പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു തേങ്ങയും മുളയ്ക്കില്ല, അവിടെ ഒരു മാങ്ങയും മുളയ്ക്കില്ല. അത് നിലനിൽക്കണമെങ്കിൽ അതിങ്ങനെ വളർന്ന് വികസിച്ച് ഇലകൾ വന്ന് വൃക്ഷമായി, പൂക്കളായി, കായ്കളായി വരുന്ന ആ തലത്തിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിശ്വം വിഷ്ണു വശൽക്കാരം എന്ന് സഹസ്രനാമത്തിലൊക്കെ കാണാം. വിഷ്ണു സഹസ്രനാമത്തിലും പുരാണത്തിലും ഒക്കെ കാണാം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രിസർവിങ് എനർജി ഉണ്ട്, അതാണ് മഹാവിഷ്ണു. അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ആ എനർജി ഉള്ളത് കൊണ്ടാണ് സൂര്യൻ നിലനിൽക്കുന്നത്, അതാണ് നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്. ആ എനർജിയാണ് ഈ എണ്ണയിലും തിരിയിലുമായിട്ട് ദീപമായിട്ട് ജ്വലിക്കുന്നത്. ഏതെല്ലാം തരത്തിലുള്ള ഊർജമുണ്ടോ അതൊക്കെ അതാണ് നിലനിൽക്കുന്ന ഊർജങ്ങൾ. പെട്രോളിയം ആണെങ്കിലും ഇതിനെ ടോട്ടലി പറയുന്ന പേരാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിശ്വത്തിൽ നിലനിൽക്കുന്ന ചൈതന്യം. ഇനി മാറേണ്ടുന്ന കാര്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ശരീരത്തിൽ, ഈ അന്തരീക്ഷത്തിൽ, ഈ ചുറ്റുപാടുകളിൽ കോടാനുകോടി സെല്ലുകൾ നശിച്ചു പോകുന്നുണ്ട്, പുതിയതുണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു കാലം കഴിഞ്ഞ് മനുഷ്യനാണെങ്കിൽ ഒരു 10-60 വയസ്സ് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ പുതിയത് അധികം ഉണ്ടാവില്ല. ഒരു ജീവിക്കും ഒരു കാലം കഴിഞ്ഞാൽ. അത് വൃക്ഷത്തിനാണെങ്കിലും പിന്നെ ഡിമിനിഷ് കുറഞ്ഞ് വരിക ചെയ്യാം. ഡിസ്ട്രക്ഷനാണ്, നാശമാണ്. അങ്ങനെ ഡീകമ്പോസിങ് നടക്കുന്ന ഒരവസ്ഥ പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഞാനിപ്പോൾ ഒരു 10-25 കൊല്ലം കഴിഞ്ഞാൽ മാഷ് പോയി അല്ലേ? എന്താ പോയത്? നമ്മുടെ എനർജി പോയി, ആത്മൻ പോയി, ജീവൻ പോയി, ശരീരമുണ്ട് അവിടെ. പക്ഷെ ആ ശരീരം നശിക്കണം. അങ്ങനെ തന്നെ കിടന്നാലോ ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ഒരു ജീവിയുടെ, ഒരു വൃക്ഷത്തിൻ്റെ, ഒരു ജീവിയുടെയും ശരീരം, ശവശരീരം നശിക്കാതെ കിടക്കുകയാണെങ്കിലോ, ഇപ്പം നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുകയാണെങ്കിലോ എന്താ ചെയ്യുക നമ്മൾ? ഇനി ആരും മരിക്കുന്നില്ലെങ്കിലോ എന്താ ചെയ്യുക? ഒരു ജീവിയും മരിക്കുന്നില്ല. പറയുമ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ദുഃഖമാണോ സന്തോഷമാണോ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആരും പറയും എന്താ ഉണ്ടാവുക? ദുഃഖമാണെന്ന് പറയും. മരണം എന്ന് പറഞ്ഞൊരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ദുഃഖമാണോ സന്തോഷമാണോ ഉണ്ടാവുക? ദുഃഖം. അപ്പം ഏറ്റവും നല്ലത് മരിക്കലാണോ മരിക്കാതെ ഇരിക്കലാണോ? ചിതിര വിടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വിളിച്ചു. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഈ മരണം എന്ന് പറയുന്ന മാറ്റം ആവശ്യമാണ്. ഇല്ലേ നമുക്ക് വെള്ളം കിട്ടുമോ? ഭൂമി സ്ഥലം ഉണ്ടാവുമോ? വീട് വയ്ക്കാൻ പറ്റുമോ? ഭക്ഷണം ഉണ്ടാവുമോ? പിടിച്ച് തമ്മിൽ തിന്നുമോ? അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഒരു എനർജി ഇവിടെ ഉണ്ട്. അതിനെയാണ് മഹേശ്വരനായ ശിവൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിങ് എനർജിയാണ്. ഇതിൻ്റെ ഒക്കെ ആളുകളെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഈ ഡീകമ്പോസിങ് എനർജിയുടെ മഹേശ്വര സത്യത്തിന്റെ തത്വത്തിന്റെ പട്ടാളക്കാരെ കാണാം. ആരൊക്കെയാണെന്നറിയോ? കാക്ക, ഉറുമ്പ്, പുഴുക്കള്, ഒരു ചീഞ്ഞളിഞ്ഞ സാധനം, ഒരു എലിക്കുട്ടി ചത്ത എവിടെയും കിടന്നു. ആരാ വരും അവിടെ? ഇച്ഛകൾ വരും, പുഴു വെക്കും. അതിൻ്റെ അകത്തുനിന്ന് പുഴു ഉണ്ടാവും തനിയെ. അത് ഉണങ്ങി അവിടെ കിടക്കില്ല. കാക്ക വരും അല്ലേ? കാക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ? എന്നെപ്പോലെ സുന്ദരനോ സുന്ദരിയൊന്നുമല്ല, ഞാൻ നല്ല സുന്ദരനാണ്. കാക്കയ്ക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ട് ആരും പിടിച്ച് കൂട്ടിലടക്കിയില്ല. അത് ചിന്തിച്ചത് വേറെ ആളാണ്, മനുഷ്യരല്ല. സൃഷ്ടികർത്താവ് ബ്രഹ്മാവ്. ആ ബ്രഹ്മ ചൈതന്യം വിചാരിച്ചു ഈ പ്രപഞ്ചത്തിലെ വൃത്തികേടുകളൊക്കെ കൊത്തിവലിക്കാനുള്ള ജീവിക്ക് മയിലിനെ പോലെ, തത്തയെ പോലെ സൗന്ദര്യം കൊടുത്താൽ നാട്ടുകാർ പിടിച്ച് കൂട്ടിലാക്കും.
അതുകൊണ്ട് ഇവന് ഒരു സൗന്ദര്യം വേണ്ട, കണ്ടാൽ ഒരു സുന്ദരനൊന്നുമല്ല കാക്ക. പക്ഷെ ഏറ്റവും സൗന്ദര്യമുള്ളത് കാക്കയാണ്. കാക്കയുടെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ്, നല്ല കടും നീല നിറം. കാക്കയെ അടുത്ത് കണ്ട് നോക്കിയാലൊക്കെ അത് മനസ്സിലാവും. അപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. കാക്കേൻ്റെ നല്ല ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം, കടും നീല നിറം കാണാം കാക്ക. ലോകത്തിലെല്ലായിടത്തും, ജപ്പാനിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ചൈനയിലും അവിടെ എല്ലാ സ്ഥലത്തും കാക്കയുണ്ട്. എല്ലാ കാക്കയും ഒറ്റ ഭാഷയാണ്, ക്രാക്രാ. ഒരിക്കൊരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഒരു കാക്കയ്ക്കും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇല്ല, എന്ത് വേണമെങ്കിലും തിന്നും. ഒരേ തടിയും വലിപ്പമാണ് കാക്കയ്ക്ക് അല്ലേ. കുറച്ചങ്ങ് വളർന്നു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയാണുള്ളതെല്ലാം. മാറിപ്പോയി ചിലപ്പോൾ. കാക്കയ്ക്ക് നമ്മളെ മാറില്ല, നമുക്ക് കാക്കേനെ മാറിപ്പോകും. ഈ കാക്ക മുതൽ പുഴു വരെയുള്ള ഉറുമ്പ് വരെയുള്ള ജീവികൾ, ഇപ്പം നമ്മൾ പ്രസാദം എന്തെങ്കിലും കഴിച്ചു എന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് കൂടെ പോകുന്ന ഉറുമ്പ് അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. നമ്മളാണെങ്കിലോ തൊട്ട പുറകിൽ ഇപ്പം എനിക്ക് പായസത്തിൻ്റെ പാത്രങ്ങൾ കൊണ്ടുവച്ചിരുന്ന ഞാനറിയില്ല വിവരം. അത് തട്ടി മറിച്ച് ഇട്ടിട്ടേക്ക് ഞാൻ അങ്ങോട്ട് പോവുക. എവിടെ ആരാ പായസത്തിൻ്റെ പാത്രം വെച്ചെന്ന് ചോദിക്കും. നമുക്ക് അത്രയേ കഴിവുള്ളൂ മനുഷ്യന്. ഉറുമ്പിനതല്ല. ഉറുമ്പിന് ഘ്രാണശക്തി ഭയങ്കരമാണ്. മണത്ത് പിടിച്ച് വരും അവൻ. രക്തം കുടിക്കുന്ന ഉറുമ്പുണ്ട്, മധുരം മാത്രം കഴിക്കുന്ന ഉറുമ്പുണ്ട്, കടിച്ചാൽ പുളി നമ്മുടെ ശരീരത്തിലാക്കുന്ന പുളിയുറുമ്പുണ്ട്. അങ്ങനെ 10-64 വീതം ഉറുമ്പുകളുണ്ട്. ഈ ജീവികളെയൊക്കെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് എന്തിനാണ്? ഇതെല്ലാം ഉണ്ടെങ്കിലേ പ്രകൃതി നിലനിൽക്കൂ. മനസ്സിലായില്ലേ? ഇതിൻ്റെ ചൈതന്യത്തിനെ സ്ത്രൈണഭാവത്തിനെയാണ് ദേവി എന്ന് പറയുന്നത്. ആ ദേവിക്കാണ് ഞാൻ പറഞ്ഞത് 3 അവതാര രൂപങ്ങൾ പ്രധാനമായിട്ട് ഭാരതീയർ പറയുന്നത്. ഒന്ന് സരസ്വതി, മറ്റൊന്ന് ലക്ഷ്മി, മറ്റൊന്ന് കാളി രൂപമായിരിക്കുന്ന അല്ലെങ്കിൽ ദുർഗയുടെ രൂപമായിരിക്കുന്ന ചണ്ഡിക എന്നൊക്കെ പറയുന്നത്. ആ ചണ്ഡമുണ്ടാർദിനി, രക്തബീജധനുജേ നിത്യേനി ശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേന്തികെ, ദുർഗ എന്ന് പറയുന്നത്. ആ ദുർഗയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതുപോലെയുള്ള ശക്തി കിട്ടുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ലേ. നമുക്കൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം. ഞാൻ പറയാറുണ്ട്, രാമനാമം ഞാൻ പറഞ്ഞല്ലോ. ഇന്നത്തെ സമയം നമുക്കായി കിട്ടും. ദുർഗനെ നമ്മൾ അടുത്ത ദിവസം ബാക്കി വരും ദേവീൻ്റെത്. ആ കവിതയുടെ ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും, കഥയുമൊക്കെ ആയിട്ട്. ഈ മാർക്കണ്ഡേയ പുരാണത്തിലാണ് ഈ കഥ കാണുന്നത് കേട്ടോ. മാർക്കണ്ഡേയ മുനിയാണ് 5-ാം നൂറ്റാണ്ടിൽ ഇത് രചിച്ചതെന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ. മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ആള് എന്നും 16 വയസ്സായിട്ട് ജീവിക്കുന്ന ആളാണ്. കേട്ടിട്ടില്ല കഥ? അയാളെ കൊല്ലാൻ പറ്റില്ല. ചിരഞ്ജീവികളിൽ പെടുന്നുമില്ല. ചിരഞ്ജീവികളായിട്ട് എല്ലാ കാലത്തും ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഹനുമാൻ, വിഭീഷണൻ, പരശുരാമൻ, വ്യാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് 7 ഉണ്ട്. ചിരഞ്ജീവനാ 7 ചിരഞ്ജീവികളുണ്ട്. അതുകൂടാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി പവറാണ് മാർക്കണ്ഡേയ മുനി. അതിനാണ് 15-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതിയെന്നാണ്. അവതാരങ്ങളായിട്ട് വരും ഇവര്. നമ്മൾ ദേവിയെ തന്നെ പ്രാർത്ഥിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഭാരതീയമായ ഈശ്വര രൂപത്തെ പ്രാർത്ഥിച്ച് മാറിയത്, നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടിലെ ഒരു കുട്ടി ഒരു ഈശ്വര രൂപത്തിനെ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോവാതെ മാറിയിട്ടെന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളെ പേര് പറയാൻ പറ്റുമോ? ആ കയ്യടി കൊടുക്കവിടെ, കൊടുക്ക് കയ്യടി. അയ്യോ ഇത് കയ്യടിയാകും, നല്ലോണം കയ്യടി. മാതാമൃതാനന്ദമായി. കേട്ടില്ലേ? എവിടെയാ ജനിച്ചു വളർന്നത്? നമ്മുടെ ഇതുപോലെയുള്ള ഒരു സാധാരണ സ്ഥലത്ത് അല്ലേ. 4-ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നില്ല. ആളുകൾ കേൾക്കുമ്പോൾ ഓ മാഷ അത് പഠിച്ചിട്ടുണ്ടേ, ഇത് പഠിച്ചിട്ടുണ്ടോ, അപ്പുറം അത് ശരി, ഇങ്ങനൊക്കെ കുറേ ഉണ്ടല്ലോ. എനിക്ക് മലയാളം പോലും നന്നായിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അമ്മ എന്ന് ലോകം മുഴുവൻ വിളിക്കുന്ന അമൃതാനന്ദമയിക്ക് 100-ലധികം ഭാഷകൾ മനസ്സിലാക്കാൻ അറിയാം, എഴുതാൻ അറിയാം, സംസാരിക്കാൻ അറിയാം.
കാടരായിരിക്കുന്ന മനുഷ്യരുണ്ട് കാട്ടിലൊക്കെയുള്ള ആസാമിലെ വനങ്ങളിലൊക്കെ. ഇപ്പോഴും സാധാരണക്കാർ കടന്നു ചെല്ലാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള നിയമമുണ്ട്. 1937 നിയമമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൻ്റെ നിയമങ്ങൾ. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കാലത്തുള്ള നിയമം. അതേ നിയമത്തിൽ പലതും നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണ്. പലതും മാറ്റമുണ്ട്. അതിലൊന്ന് ആസാമിലെ ഉൾവനങ്ങളിലേക്കൊന്നും സാധാരണ നമ്മളെപ്പോലുള്ളവർ പോകരുത്. അവിടെ ഇന്നും കല്ലും വടിയും എടുത്തിട്ട് മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന ആളുകളുണ്ട്. പുറത്തൊന്നും വരില്ല. ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ ഉള്ളത് കേട്ടിട്ടില്ല എങ്ങനെ? അതുപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് പോലും അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് അമ്മ. അമ്മ എങ്ങനെ നേടിയത്? ഭഗവാൻ കൃഷ്ണനെ ഭജിച്ചിരുന്നു. അമ്മയുടെ, അതായത് അമൃതാനന്ദമയി ദേവി എന്ന് ഇന്ന് ലോകം വിളിക്കുന്ന അമ്മ ഏതാണ്ട് 100-140ഓളം രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്യുന്നു. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സേവനം ചെയ്യാൻ ഇലക്ഷന് നിന്നിട്ട് MLA MP പഞ്ചായത്ത് പ്രസിഡന്റും ആവണ്ടെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇരുന്നാൽ മതി, എല്ലാം ഇങ്ങോട്ട് വരും. ആ അമ്മയുടെ ഈ അമ്മ സ്കൂളിൽ പോവാത്തതിന് വെള്ളം കോരി തലയിൽ ഒഴിച്ചിരുന്നു. സാധാരണ നമ്മളൊക്കെ നമ്മളെ മക്കളെ എന്താ വിളിക്കുക? മോനെന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, എടീന്ന് വിളിക്കും, അല്ലേ? മോളേന്ന് വിളിക്കും. അങ്ങനെയൊക്കെ സ്നേഹത്ര കൂടിയാൽ മോളെയും കൊണ്ടുപോകുന്നു. ഈ ഒരു 1.5 വർഷം മുൻപാണ് അമൃതാനന്ദമയി അമ്മയുടെ അമ്മ മരിച്ചത്, അല്ലേ? അവര് അമൃതാനന്ദമയ്യെ വിളിച്ചിരുന്ന എന്താണെന്നറിയോ? കുറേ കാലമായിട്ട് അമ്മേന്ന്. അതാണ് അത്ഭുതം. ആധ്യാത്മികതയിലൂടെ, ക്ഷേത്ര സംസ്കാരത്തിലൂടെ, വേദങ്ങളിലൂടെ, ഉപനിഷത്തുകളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ നമ്മുടെ ദേവന്മാരെ ഉപാസിച്ച ആളുകൾ ലോകത്ത് എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവുകൾ നമ്മൾ മുന്നോട്ട് കൊടുക്കാം. എന്നിട്ട് പറയട്ടെ, ക്ഷേത്രങ്ങൾ വേണമോ? ഇവിടെ ആരാധിക്കാൻ വരണമോ? ദേവി ഉള്ളതാണോ? കൃഷ്ണന്റെ ചൈതന്യം പ്രപഞ്ചത്തിലുണ്ടോ എന്നൊക്കെ. ആ ദേവിയെക്കുറിച്ചാണ്. ആ ദേവിയാണ് ഈ ദുർഗയാവേണ്ട സമയത്ത് ദുർഗയാവാൻ നമുക്ക് രോഗം പോലും വരില്ല എന്നാണ് പറയുന്നത്. ദേവി മഹാത്മ്യം പഠിച്ചതിനനുസരിച്ച് ജീവിച്ചാൽ. ദുർഗാ സപ്തശതി എന്ന് പറയുന്നത്, ഇതിനൊരു പേര് വേറെ എന്ന് പറയുന്നുണ്ട്. അതായത് 700 ശ്ലോകങ്ങൾ ദുർഗയെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം. ആ 700 ശ്ലോകം നന്നായിട്ട് സ്തോത്രങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് 13 അധ്യായങ്ങളിൽ. അതാണ് ഞാൻ പറഞ്ഞ 11ാം അധ്യായം നന്നായിട്ട് പഠിക്കുക. ആ 700 ശ്ലോകങ്ങളിൽ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. കീലക സ്തോത്രം, അർഗള സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ധ്യാന ശ്ലോകങ്ങൾ വരെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കണം. അടുത്ത തലമുറയോട് പറയണം. വീട്ടിലിരുന്ന് 700 ശ്ലോകവും ഒരൊറ്റ ദിവസം കൊണ്ട് വായിക്കണമെന്നില്ല. കുറേശ്ശെ വായിച്ച് നിരന്തരം ഒരു 4 ശ്ലോകമോ 3 ശ്ലോകമോ പഠിക്കുക. അത് ഹൃദിസ്ഥമായി കണ്ഠസ്ഥമായി കഴിഞ്ഞാൽ തെറ്റാതെ ഉച്ചരിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത 3 ശ്ലോകം പഠിക്കുക. അങ്ങനെ ഇന്ന് നമ്മുടെ ഇടയിലുള്ള യുവാക്കന്മാരെങ്കിലും അത് പഠിച്ചാൽ ലോകത്തിൽ അറിയപ്പെടുന്നവരായിട്ട് അവർ മാറും. ഗീത പഠിച്ചവരെല്ലാം ലോകത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. മഹാഭാരതം പഠിച്ചവരെല്ലാം ലോകത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും പഠിച്ചവരൊക്കെ നല്ല ചിന്തകന്മാരും എഴുത്തുകാരും കവികളും തത്വജ്ഞാനികളുമായി മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ 10 മടങ്ങ് ശക്തി കിട്ടും ദേവി മഹാത്മ്യത്തിൽ. അതിൻ്റെ കഥ മലയാളത്തിൻ്റെ കുറച്ച് കാര്യം വെച്ച് അടുത്ത ദിവസം ഞാൻ പറയാം. നമ്മുടെ പൂജയുടെ ഏതാണ്ട് സമയമായിട്ടുണ്ടല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കിന്ന് മംഗളശ്ലോകം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു താൽക്കാലിക വിരാമം, അല്ലേ? പണ്ട് മറ്റേ അവതാരകളൊക്കെ പറയുന്നവരെ ഷോർട്ട് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇട്ടിട്ട് പോയി കളയുന്നത്. അതുപോലെ ഒരു ബ്രേക്ക് കൊടുക്കാം നമുക്ക്. ഓം സർവേ ഭവന്തു